VK ഹോസ്പിറ്റൽ. നെഞ്ഞുവേദനയും വന്നിട്ട് വയ്യാണ്ട് കിടക്കുകയാണ്. എന്തൊക്കെ കാണണം, എന്തൊക്കെ. അപ്പോൾ നമ്മൾ ഹോട്ടലിൽ നിന്ന് ചെക്കൗട്ട് ചെയ്തു. ഇതാ അമൃത്സർ സിറ്റിയിലേക്ക് വീണ്ടും. നമ്മളെ കണ്ടിട്ട് ഒരാൾ പഞ്ചാബി വന്നിട്ട് സല്യൂട്ടൊക്കെ ചെയ്തിട്ട്. ഉണ്ടല്ലേ, പഞ്ചാബിൽ ഭയങ്കര റെസ്പെക്റ്റ് ആട്ടോ. നമ്മുടെ നാട്ടിലെ ഓട്ടോ സ്റ്റാൻഡ് പോലെയാണ്, കുതിര സ്റ്റാൻഡ്. ഉണ്ടല്ലേ, 1 2 3 4 5 6 7 8 9 10 ഇഷ്ടം പോലെ ഉണ്ട്. ആ ഭാഗത്തുണ്ട്. ഇതാണ് പഞ്ചാബിയുള്ള സ്നേഹം. ഇവിടെ ലിറ്ററിന് എത്രയാണ്? 72.66. രാജസ്ഥാനിൽ കണ്ടത് 78.98. शुक्रिया भैया. नेपाल भूटान सब कुछ सब जा रहा हूँ. वहाँ से नेपाल भूटान जाएगा. घूमते हैं, इंडिया पूरा घूमते हैं. मेरा नाम हाँ सतवर सिंह. और आपकी? ओके, शुक्रिया भाई. अभी पिए. अरे पी लो यार, अभी पी के आ रहा हूँ. फिर क्या ऐसा ना कहते पंजाब में क्या किसी ने पूछा नहीं है? कोई खाना पीना तो बताओ. शुक्रिया, बहुत शुक्रिया. പ്യുവർ വെജ്. ഇവിടെയാണ് നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ്.
ഇന്നലെ രാത്രി ഭക്ഷണം കഴിക്കാൻ കയറിയ ഹോട്ടലിൽ നിന്ന് റെസ്റ്റോറൻറ്റിൽ നിന്ന് വാങ്ങിയതാണ് 4 ക്യാനുകൾ 80 ഉറുപ്പ്യക്ക് 4 കിട്ടി. ഇതാ ഇപ്പോൾ നമ്മളുള്ളത് പത്താൻകോട്ടിലാണ്. പത്താൻകോട്ടിൽ നിന്ന് നമ്മൾ ഹിമാചൽ പ്രദേശ് കയറാൻ പോയാണ്. ഈ റെസ്റ്റോറൻറ്റ് നമ്മൾ ബ്രേക്കിനായി നിർത്തിയതാണ്. കുറച്ച് ഒരു അരമണിക്കൂർ ഒന്ന് ബ്രേക്ക് എടുക്കുക. പിന്നെ ഒരു 200 കിലോമീറ്റർ ഇനി നമുക്ക് ഓടാണ്ട് വണ്ടി. ഇനി അങ്ങോട്ട് കയറ്റാണ് മുകളിലോട്ടേക്ക്. ഇനി ഇന്ന് മുതൽ മണാലി എത്തും വരെയുള്ള നമ്മളുടെ കംപ്ലീറ്റ് റൂട്ടാണിത്. ഇനി അതായത് നമ്മളിപ്പോൾ ഉള്ളത് ഡൽഹൌസിൽ നിന്ന് ഏതാണ്ട് ഒരു 10-50 കിലോമീറ്റർ ബാക്കിലാണ്. ഇവിടുന്ന് ഇനി ഇങ്ങനെ കറങ്ങി ഇതേപോലെ ഇങ്ങനെ കറങ്ങി ശ്രീനഗർ പോയി അവിടുന്ന് കാർഗിൽ പോയല്ലേ കർദുങ്ങലെല്ലാം കഴിഞ്ഞ് തീർച്ചയായിട്ടും മനാലി. ഈ ഒരു ആംഗിളാണ്. സാധാരണ ആളുകൾ പോലെ ഇവിടം വരെ വന്നിട്ട് ഇവിടുന്ന് ധർമ്മശാലയ്ക്ക് മുന്നേ മനാലിയിലേക്ക് തിരികെ. പക്ഷെ നമ്മൾ നേരെയാണ് പോകുന്നത്. മൊത്തം 12 ദിവസം നമ്മൾ ഈ ഒരു ജേണിക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ തീർച്ചയായും 12 ദിവസം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, പ്രത്യേകിച്ച് കില്ല റൂട്ട്. അതുകൊണ്ട് തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. അങ്ങനെ ഡൽഹൌസിൻ്റെ അവിടെ വന്ന് വണ്ടി ഫുൾ ടാങ്ക് അടിച്ച് 7 ലിറ്ററിൻ്റെ എക്സ്ട്രാ പെട്രോൾ ബാക്കിൽ കയറ്റി. പിന്നെ നിങ്ങളിവിടെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്നിക്കെ സൈഡിൽ ബാഗിൽ വരിക, മറ്റെങ്കിൽ അതുപോലെ സൈഡിൽ പെട്രോൾ ക്യാന് കരുതാനുള്ള ആ ഒരു സെറ്റപ്പ് കാരിയർ ഫിറ്റ് ചെയ്യുക. ഇതാണ് ഡൽഹൌസി. പണ്ടത്തെ ബ്രിട്ടീഷ് വൈസ്രോയുടെ പേരിലാണ് ഈ സ്ഥലം അറിയപ്പെടുന്നത്. VK ഹോസ്പിറ്റൽ, സൊയാലി റോഡ്, പുനേറ, പഞ്ചാബ്. ഇത് പിടിക്കും. പിന്നെ ഡോക്ടറെ കണ്ടു, 3 ഇഞ്ചക്ഷൻ കിട്ടി. അതിനുശേഷം മരുന്ന് വന്നിട്ടുണ്ട്. ഇനി ഇൻഹേലറും കൂടി മേടിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ. എൻ്റെ അത്രയും പെട്ടെന്ന് ഇന്നത്തെ യാത്ര അവസാനിപ്പിച്ചിട്ട് റൂമിൽ പോയി റെസ്റ്റ് എടുക്കണം. ഇപ്പോൾ നമ്മളുടെ രാത്രിത്തേക്കുള്ള ഫുഡൊക്കെ ഇവിടെ റൂമിൽ വന്നു. ഇതാണ് നമ്മളുടെ രാത്രിത്തെ ഫുഡ്. പഞ്ചാബി ചിക്കൻ കറിയാണിത്. ഡോക്ടർ റെക്കമെൻഡ് ചെയ്ത സ്ഥലമാണ് ഇവിടെ. അങ്ങനെ വളരെ ചെറിയ തുകയുള്ളൂ വാടക, പക്ഷെ നല്ല റൂമാണ്. കണ്ടില്ലേ, സൂപ്പർ മുറിയാണിത്. കിടുമുറി കേട്ടോ. ഭയങ്കര ഫെസിലിറ്റീസാണ് ഇവിടെ. പക്ഷെ ഭയങ്കര പഴക്കമുണ്ട്. ഏതാണ് 2006 മുന്നേറ്റ പണി കഴിഞ്ഞതാണിത്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ നേരത്തെ വാങ്ങിയ ഗോൾഡൻ ആപ്പിൾ, റെഡ് ആപ്പിളും 2 കിലോന് 50 ഉറുപ്പിയുള്ളൂ. ഗോൾഡൻ ആപ്പിൾ വളരെ ഭയങ്കര വെള്ളം, ഒരു മോയ്സ്ചർ, ജ്യൂസിയാണ്. പക്ഷെ ഇത് ഒരുമാതിരി വേറെ തന്നെ ടേസ്റ്റ് ആണ് ഇത്. പക്ഷെ ഇതിന്റെ കൂടെ ഇട്ട് കഴിക്കുന്നത് ഹിമാലയ നേരിട്ട് വരുന്ന ആപ്പിളാണ്. അതിനുള്ള ജ്യൂസ് ഇല്ലേ. നമ്മുടെ നാട്ടിലെത്തുന്നത് ഉണങ്ങി ചുക്കിയ സാധനമാണ് വരുന്നത്. അതാണ് ജ്യൂസ് ഇല്ലാത്തത്. ആ വെയിലത്തൊക്കെ തട്ടി വരുമ്പോഴത്തേക്ക് അത് ഉണങ്ങിപ്പോയി. പിന്നെ 2 സ്പ്രൈറ്റും മേടിച്ചിന് ഏതായാലും. പിന്നെ ഇതിൻ്റെ കൂടെ ഇടുന്ന എന്തൊരു മസാല, ഇവിടുത്തെ ഈ ഭാഗത്തൊക്കെ ഉള്ള മസാലയാണ്. പിന്നെ ഞാൻ വേറെ സാധനം മേടിച്ചിനെ, അതും കൂടി ഞങ്ങൾ കാണിച്ചു തരാം. ഇതാണ് ആ സാധനം കേട്ടോ. ഇനി ആം പപ്പടം എന്താ പറയണത് പേര്. ഇവിടുത്തെ വളരെ ഫേമസ് ആയ കാര്യം ആം പപ്പടം. आम से बना ये कच्चे आम से बना हुआ है. ये ब्लैक ये लोकल है हमारे यहाँ से. वैसे ये फैक्ट्री से मैंगो फैक्ट्री से बन के आता है. और ये येलो वाला है, ये फिल्टर्ड है. एक नॉन फिल्टर होता है, ये फिल्टर्ड है. ये कंपनी के थ्रू फिल्टर होके आता है. इसमें जो फिल्टर होता है उसमें नमक कम, मतलब मीठा कम होगा. इसमें जो फिल्टर्ड होगा उसमें मीठा ज़्यादा होगा. वो लोकल होगा यहाँ से. ये फिल्टर्ड है, अच्छा होगा पकड़ खाने के लिए. ये जैसे हम खाना खाते हैं उसके बाद आप खा सकते हो आराम से, स्वीट की तरह. जैसे खाने के बाद खाते हैं हम स्वीट, वैसे. और ये गर्मियों में कम खाना चाहिए क्योंकि ये गर्म ज़्यादा होता है. मेरा नाम रजत मेहरा है. इसके अलावा भी हमारे यहाँ आमचूर और पिकल्स होते हैं हर तरह के, वो भी मिल जाते हैं. वो लोकल होते हैं, मतलब सारी जगह से मिलते हैं, पर लोग घर पे बनाते हैं तो वो अच्छे होते हैं.
अच्छा ओके 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 इसका अलग अलग प्राइस होता है। जो घरों में मिलेगा ना आपको, वो आपको मिलेगा 80 रुपीज़ में, सिर्फ 80 रुपीज़ में। जब बाजार में आएगा वो 80 रुपीज़ में लेके इसको 400 में बेचेंगे। हाँ हाँ 1 kg वो देंगे 80 रुपीज़ में। ओके ओके अगर जब हमारे यहाँ आम होते हैं तभी आप लोगे ना, हाँ हाँ तो ये घर से लोगे किसी के तो 50 में भी पड़ जाएगा। 1 kg 2 kg वही यहाँ पर यहाँ के थोड़ा ज़्यादा बजटली होगा। बाकी अलग अलग टेस्ट में आता है। ये तो आपने एक ही लिया ना, इसमें ये खट्टे वाला बिल्कुल ये ब्लैक है, साथ में थोड़ा सोल्ट है ना, ये खट्टे में होगा। एक होगा इससे ड्राई, बिल्कुल बिल्कुल सूखा होगा, वो बड़ा मीठा होगा, अच्छा होगा पापड़, लोकल होगा यहाँ का। ഇതിൽ കൊണ്ട് ഉപ്പ് ഇവിടെ എടുത്ത് ഇങ്ങനെ മുക്കി ഇതാ. ഇത് ഭയങ്കര പുളിപ്പാട്ടാ. ഇത് മധുര, ഇത് രണ്ടും ഇത് മധുരമാണ്. ഇതൊരു മിക്സ് ആയിട്ടുള്ള സംഭവമാണ്. അപ്പോൾ ഇതാണ് ഞാൻ കഴിക്കുന്നത് കേട്ടോ. ഇന്ന് നമ്മുടെ ഇന്നത്തെ ഫുഡ് ഇതാണ്, ചപ്പാത്തിയും കോഴിക്കറിയും. പിന്നെന്താ പറയുക, നമ്മൾ കോഴിയൊക്കെ നമ്മൾ മേടിച്ചു കൊടുത്താൽ കേട്ടോ, സംഭവങ്ങളൊക്കെ മേടിച്ചു കൊടുത്തിട്ട് അവരുണ്ടാക്കി തരികയാണ് നമുക്ക്. കോഴിക്ക് എത്താണ്ട് 350 റുപ്യ എങ്ങനെ കിലോന് ഇവിടെ, ഭയങ്കര എക്സ്പെൻസീവാണ്. പിന്നെ എല്ലാ സാധനവും മേടിച്ചതിന് ശേഷം പിന്നെ കോഴിയും കൂടി മേടിക്കണമെന്ന് നഷ്ടമല്ലേ, അവിടെ അങ്ങനെ മേടിച്ചാണ്. അടിപൊളി സാധനം. ഈ മേത്തിയില്ലേ, ചെറിയ ലീവ്സ് ഉണക്ക, അതൊക്കെ ഇട്ടിട്ടുണ്ടാക്കിയേക്കണം. പിന്നെ ഭയങ്കര എന്തൊരു മധുരമോ അങ്ങനത്തെ ടേസ്റ്റാണ്. പഞ്ചാബിയാണിത്. ഇറച്ചിയൊക്കെ സൂപ്പർ, നല്ല സോഫ്റ്റാണ്, ശരിക്കും എന്തൊക്കെയുണ്ട്. ഇപ്പോൾ ആശുപത്രിയിൽ നിന്ന് കിട്ടിയ മരുന്നുകളാണ് 1 2 3 4 5, പിന്നെ 2 ഇൻഹേലറും കൂടിയുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഞാൻ താമസിക്കുന്ന ഈ ഗസ്റ്റ് ഹൗസിൻ്റെ പുറത്താണ്. എന്താ മൊത്തം ഇതാണ് മരങ്ങൾ, മറ്റേ യൂക്കാലിപ്റ്റസിൻ്റെ എന്താ പേര് ശരിക്കും അറിയില്ല, എനിക്ക് ഓർമ്മയില്ല. അതിൻ്റെ നടുക്കാണ് മൊത്തം മരങ്ങളാണ്, വലിയ മരങ്ങളൊക്കെയാണ് ചുറ്റും. മുന്നേ ചെറിയൊരു ഗ്രാസൊക്കെ പിടിപ്പിച്ചിട്ട് ഗാർഡനൊക്കെ ഉണ്ട്. പിന്നെ തൊട്ടപ്പുറത്ത് ചെറിയൊരു ചന്ത, അതാ ചെറിയൊരു ടൗൺ, ചെറിയൊരു 3-4 കടകളുണ്ട് അവിടെ. താമസിച്ച് കഴിയണ്ട. രാവിലെ അടിപൊളി വ്യൂ ആണ്. എന്നാൽ രാത്രി നല്ല ഇടിയും മഴയും കാറ്റൊക്കെ ആയിരുന്നു, ഭയങ്കര തണുപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പം ഞാൻ ആശുപത്രിക്ക് പോകണം ഡോക്ടറെ കാണാൻ. പിന്നെ ഡോക്ടർ പറഞ്ഞിരുന്നു രാവിലെ ഒന്ന് കാണാൻ, കണ്ടിട്ട് ഹാലെങ്ങനെയാണോ എന്നിട്ട് നമുക്ക് തീരുമാനിക്കും പോകണോ വേണ്ടോ. പാവം പിടിച്ച വൃത്തികെട്ടവൻ. ഇതാ നെഞ്ചുവേദനയും ശ്വാസം മുട്ടലും ടെമ്പറേച്ചർ 99 ഡിഗ്രി ഒക്കെ ആയിട്ട് ഹോസ്പിറ്റലിലുണ്ട്. വ്ളോഗ് ചെയ്യാൻ പറ്റുമോ അറിയില്ല, ശോകാണ് അവസ്ഥ. ഡോക്ടർ ഇന്നും കൂടി റെസ്റ്റ് എടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ മിക്കവാറും ഇന്നും കൂടി ഇവിടെ ഉണ്ടാവും. നെഞ്ഞുവേദനയും വന്നിട്ട് വയ്യാണ്ട് കിടക്കുകയാണ്, അനങ്ങാൻ വയ്യാണ്ട് ശോകമായിട്ട് കിടക്കുകയാണ്. ഇപ്പോഴും മുഖത്തെ പുഞ്ചിരി ചീഞ്ഞ പുഞ്ചിരി മാഞ്ഞിട്ടില്ല. ഇന്നും കൂടി റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ പഞ്ചാബ് ഹിമാചൽ ബോർഡറിലാണുള്ളത്. ഇന്നലെ ഒരു സംഖ്യ കയ്യിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇന്നത്തെ കാശ് ഈ തെണ്ടിയിലെ കൊണ്ട് ചിലവാക്കിപ്പിച്ചിട്ട് ഞങ്ങളിവിടെ അടിച്ചു പൊളിക്കും, ഓനിവിടെ സൈഡാക്കും. കൊലച്ചിരിയാണല്ലടാ എന്നുള്ളൊരു ചിരി അവൻ്റെ മുഖത്തുണ്ട്. ചെക്കൻ സേഫ് ആവാണ്ട് നമ്മളിവിടെ നിന്ന് നീങ്ങില്ല, കാരണം ഒരുമിച്ച് ഇറങ്ങിയതല്ലേ. ഗോളി വരുന്നവരടിക്കും, അപ്പോഴും ഞങ്ങൾ ജയിക്കൂലോ. ഇല്ല, ഞാനെപ്പോഴും എന്റെ കാലിൽ വന്നാലും ശരി, എന്റെ കാലിൽ വരില്ല, കാരണം ഞാൻ ഭയങ്കര ഹെൽത്തി കണ്ടീഷൻ ഓക്കെയാണ് നോക്കിയിട്ടേ ചെയ്യുള്ളൂ. എന്നാലും പാര വയ്ക്കാൻ തെണ്ടി ഓക്കെയാണ് ഇപ്പോഴും. ഇപ്പൊ ഇൻട്രാവ്യൂണൽ ഷോട്ടുകൾ 3 എടുത്തിട്ട് കയ്യിന്റെ മുകളിൽ കലങ്ങിയ കണ്ണുകളുമായിട്ട് ക്ഷീണിച്ച് കിടക്കുകയാണ്. രാവിലെ ചായ മാത്രമേ കുടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ അതിന്റെ സൈഡ് എഫക്റ്റുകൾ ചിലപ്പോൾ ഉണ്ടായിക്കൂടായില്ല, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ആളെ ഓക്കെ വരണം. വെയിറ്റിംഗ് ഫോർ ദാറ്റ്. ഇതാണിപ്പോൾ ആശുപത്രിൻ്റെ അവസ്ഥ ഉണ്ട്. ഇത് ചെറിയൊരു മുറിയാണ്, 5-6 മുറിയുള്ളൂ ആശുപത്രിയിൽ മൊത്തത്തിൽ. പക്ഷേ ക്ലീനാട്ടോ ആശുപത്രി.
ഇവിടെ കിങ് സൈസ് ബെഡ്, ടീപ്പോയ്, ടി വി ഇല്ല, പഴയ ഇതൊക്കെയാണ്. ടേബിളും കാര്യങ്ങളൊക്കെ വളരെ പഴയതാണ്. ഷെൽഫ് ഉണ്ട് ഇവിടെ. ഒരു വിൻഡോ മിററിൻ്റെ ഒരു ചെറിയൊരു ഷെൽഫും കാര്യമുണ്ട്. ഇവിടെ ബാത്റൂം വെച്ചാൽ നിങ്ങൾ വിശാലമായ ബാത്റൂം കേട്ടോ, സൂപ്പർ ഹീറ്ററൊക്കെ ഉള്ള ബാത്റൂം. ഇത് പുറത്തേക്കുള്ള വഴിയാണ്. പിന്നെ ജനലൊക്കെ തുറന്നാൽ ഭയങ്കര വെളിച്ചോ, നല്ല വ്യൂ ആണ്. നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി. ചപ്പാത്തിയും ഉരുളക്കിഴങ്ങും പൂരി നമ്മളെ അർജുൻ ഭായ്. എനിക്ക് ഓയിൽ കംപ്ലീറ്റ് ഒഴിവാക്കാൻ ഡോക്ടർ പറഞ്ഞിരിക്കണം. ഡ്രൈ ആയിട്ടുള്ള ചപ്പാത്തി, പിന്നെ ഉരുളക്കിഴങ്ങിൻ്റെ കറിയാണ്. പക്ഷേ അത് ഗ്രേവി ഡ്രൈ ആയിട്ട് ഇവിടെ കിട്ടുക. പിന്നെ അച്ചാറും വെള്ളം. നമ്മൾ ഉരുളക്കിഴങ്ങിൻ്റെ മസാലയാണ്. നിങ്ങളുടെ പൂരി എങ്ങനെയുണ്ട്? അടിപൊളിയല്ല? കിഴങ്ങോ കിടു. ചപ്പാത്തി ഇന്ന് രാത്രി ഞാൻ ടേസ്റ്റ് ചെയ്തതാണ്, നല്ല സോഫ്റ്റ്. ഇതാ ഇപ്പോൾ തന്നെ നല്ല സോഫ്റ്റ് സാധനം കിടു. പിന്നെ അച്ചാർ, ഇവിടെ അച്ചാർ ഒരു പ്രത്യേക ടേസ്റ്റാണ്. നാരങ്ങച്ചാറാണ്. അച്ചാറില്ലാത്തൊരു ഫുഡ് ഇല്ല ഇവിടെ. അത് കേരളം വിട്ടാൽ തന്നെ. കേരളം വിട്ട് കഴിഞ്ഞാൽ അച്ചാറില്ലാത്ത ഒരു നേരവും ഇല്ല. അർജുൻ ഭായ് ഇദ്ദേഹത്തിൻ്റെയാണ് ഈ ടെൻറ്റ്. ഈ ടെൻറ്റ് ഇപ്പോൾ മൂന്നാമത്തെ വട്ടമാണ് ഇദ്ദേഹം ഇടുന്നത്. എത്രാമത്തെ വട്ടമാണ് ഇത് ടെൻറ്റ്? മൂന്നാമത്തെ വട്ടം. ഇതിൻ്റെ മുന്നേ 2 വട്ടം ഞങ്ങളെ കൂട്ടാതെ നമ്മളോട് പറയാതെ 2 വട്ടം ടെൻറ്റ് അടിച്ചു. എപ്പോഴേക്കും ഇതാ ഒരുത്തൻ അതിൻ്റെ അകത്ത് കയറി അവൻ്റെ പരിപാടി തുടങ്ങി. കഷ്ടപ്പെട്ട് ഒറ്റക്ക് ടെൻറ്റ് അടിച്ച ആളായി കാണുന്നത്. വെറുതെ ഗാലറി നോക്കി വിസിലടിച്ച 2 അമ്മമാരെ ഇത്. ടെൻറ്റ് അടിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ കയറി ഫോട്ടോഗ്രാഫ് തുടങ്ങി. പാവം അടിച്ചവൻ്റെ അവസ്ഥ, ഫോട്ടോ എടുക്കാൻ. ഫുഡ് റെഡിയായി. ഇതാ ഹോംലി ഫുഡ്. പരിപ്പ് കറി, സലാഡ്, ചോറ്, മീൻ കറി. ഒരു വീട് നമുക്ക് സ്വന്തം. കിച്ചണ് രാവിലെ ഒരു സായിപ്പ് ഉണ്ടായിരുന്നു, അവിടെ അവർ പോയി. അത് പുറത്തേക്കുള്ള അത് ടോയ്ലറ്റ്. നമ്മളെ റൂം. ഇവിടെ രാവിലെ ആളുണ്ടായിരുന്നു, അവരും പോയി. ഇപ്പോൾ ഈ വീട്ടിൽ നമ്മൾ മാത്രം. സർക്കാർ ഗസ്റ്റ് ഹൗസ് മൊത്തം ഞങ്ങൾക്ക്. പപ്പടം ഇപ്പോൾ വന്ന്, അച്ചാർ വരാണ്ട്, ഓംലെറ്റ് വരാണ്ട്, മുളക് പൊരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. സ്നേഹമില്ല എന്തേനെ. എങ്ങനെയുണ്ട് സാധനം? ഇടൂ. പ്രേക്ഷകർ കണ്ടിട്ട് വായിൽ വെള്ളം ഇറക്കിയതാ. നിനക്ക് വയറിളക്കം ഉറപ്പാണ്. അപ്പോൾ ഇത് വൈകുന്നേരമായി, സമയം 5 മണിയൊക്കെ കഴിഞ്ഞ് നമ്മളൊന്ന് നടക്കാറിങ്ങിയ മാർക്കറ്റിലൂടെ. ബ്ലാക്ക് ടീ സുലൈമാനി ഇവിടെ കിട്ടാൻ വളരെ പ്രയാസമുണ്ട്. ഇവിടെ ഇതിന് വേറെന്തോ പേരാ തോന്നുന്നു പറയാം. ഇതൊന്ന് മനസ്സിലാക്കി എടുപ്പിക്കാൻ കാലച്ചായ എന്തോ പറഞ്ഞില്ല. ഇതാ സാധനം മനസ്സിലാക്കി ഒരുപാട് കഷ്ടപ്പെട്ട്. ഇന്നലെ നമുക്ക് ഇതിന്റെ ശരിക്കുള്ള പേര് കിട്ടി. അതിനുശേഷം പിന്നെ കുഴപ്പമില്ല, എവിടെ ചോദിച്ചാലും പെട്ടെന്ന് തരും. മെയിനായിട്ട് മസാല ടീ ആണ് ഇവിടുത്തെ മിക്ക കടകളിൽ സ്പെഷ്യൽ. മസാല ടീ അല്ല, സാധാരണ ടീ തന്നെയാണ്. പക്ഷെ നമുക്ക് ഇവിടുത്തെ ചായ കുടിക്കാത്തതുകൊണ്ട് മസാല ടീ പറയണമെന്ന്. ഗുലാബ് ജാം എന്തായാലും വയറിളകും. നന്നായിട്ട് കളിക്കോട്ടെ.